ഇതാണോ ബി.ജെ.പിയുടെ നിലപാട്? അല്ലല്ലോ. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഈ രീതിയിലായിരുന്നോ ഈ വിഷയത്തെ കാണേണ്ടത്? ശ്രീ പത്മനാഭൻ. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ എന്താണ് ഇവിടുത്തെ പ്രശ്നം? സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിലുള്ള തർക്കമാണോ ഇവിടുത്തെ പ്രശ്നം? അതോ ഈ കേസിൽ FIR ഇട്ടിട്ട് പോലും രഞ്ജിത്തിനെ പോലും അറസ്റ്റ് ചെയ്യാത്തതാണോ പ്രശ്നം? എത്ര മണിക്കൂറായി FIR ഇട്ടിട്ട്? എത്ര മണിക്കൂറായി FIR ഇട്ടിട്ട്? അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. ആര് പറഞ്ഞു അതിൽ വിഷമമില്ല എന്ന്? അതിൽ ചോദ്യമില്ല എന്ന് ആര് പറഞ്ഞു? ശ്രീ പത്മനാഭൻ, അതിൽ താങ്കളെ പോലെ തന്നെയുള്ള ചോദ്യം ഞങ്ങൾക്കുമുണ്ട്. അതിലൊരു ചോദ്യം ചോദിക്കേണ്ട ആൾ കൂടിയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ശ്രീ സുരേഷ് ഗോപി. ശ്രീ സുരേഷ് ഗോപിയും ആ ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ചോദിച്ചില്ല. ചോദ്യം എനിക്ക് മനസ്സിലായി, ഒരിക്കൽ ചോദിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. ഇവിടത്തെ വിഷയം ഇത്ര ദിവസമായിട്ട് ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞു രഞ്ജിത്തിനെതിരെ FIR ഇട്ടിട്ട്. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തോ? വാട്ട് ഈസ് പ്രിവെന്റിംഗ് ദി പോലീസ് ഫ്രം അറസ്റ്റിംഗ് രഞ്ജിത്ത്? എന്താണ് തടസ്സം? മുകേഷിനെതിരെ FIR വന്നോ? വരുവോ? മുകേഷ് രാജിവെക്കുവോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രഞ്ജിത്തിനെ പോലും 24 മണിക്കൂർ കഴിഞ്ഞിട്ട് തെരഞ്ഞു പോലീസ് പോയോ? രഞ്ജിത്തിനെ തെരഞ്ഞു പോലീസ് പോയോ? ഒരു 354 കേസാണ് ഈ രഞ്ജിത്തിനെതിരെ എടുത്തിരിക്കുന്നത്. എനിക്കറിയാം വാട്ട് ഈസ് 350. പഴയ സെക്ഷൻ ആട്ടോ. ഇനി അവർ പുതിയ സെക്ഷൻ ആണോ പഴയ സെക്ഷൻ ആണോ ഇട്ടതെന്ന് അറിയില്ല. IPC പ്രകാരമാണോ BNS പ്രകാരമാണോ രജിസ്റ്റർ ചെയ്യുന്ന അറിയില്ല. കാരണം ഇപ്പോഴാണ് റിപ്പോർട്ട് ഇരിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ BNS ആണ് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അതൊക്കെ നോൺ വേലബിൾ ഒഫൻസ് ആണ്. ഇതുവരെ തെരഞ്ഞു പോയിട്ടില്ല. മുകേഷിനെതിരെ FIR ഇട്ടിട്ടില്ല. മുകേഷ് രാജിവെക്കുന്ന ലക്ഷണമുണ്ടോ? മുകേഷ് ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞ അയാള് സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. നിങ്ങൾ സുരേഷ് ഗോപി, മാധ്യമങ്ങൾ, പ്രവർത്തകർ സുരേഷ് ഗോപി തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കുക. അല്ലല്ല, അത് സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിലുള്ള തർക്കമല്ല. ശ്രീ പത്മനാഭൻ, ആ രീതിയിൽ താങ്കൾ പറയുന്നത് അത് കഷ്ടമായി പോയി. കാരണം BJPക്ക് ഇക്കാര്യത്തിൽ സുവ്യക്തമായ നിലപാടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. അത് ഞങ്ങൾക്കും സംശയമില്ല. അല്ലല്ല, ശ്രീ പത്മനാഭൻ, ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും സുരേഷ് ഗോപിയുമായിട്ട് അല്ല, ഞങ്ങളും സുരേഷ് ഗോപിയുമായിട്ട് ഒരു തർക്കവുമില്ല. അതല്ല, ഇതിൽ ഞാൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കൂ. താങ്കൾ പറഞ്ഞ ഈ നിലപാടല്ലായിരുന്നോ സുരേഷ് ഗോപി പറയേണ്ടത് എന്ന് മാത്രമേ എന്റെ ചോദ്യമുള്ളൂ. ഗോപി ഒരു മീഡിയ വൺ എന്ന ചാനൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ കൂടിയിട്ട് കുറേയായി. മീഡിയ വണ്ണിന്റെ ഉദ്ദേശം എന്താ ഞങ്ങൾക്കറിയാം. ജമാഅത്ത് ഇസ്ലാമിന്റെ ചാനലാ. അവരുടെ ഉദ്ദേശം എന്താ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറെ കാലമായി പണിയെടുക്കുന്നത്. ഇന്ന് BJPക്ക് പറയാനുള്ളത് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആരും കേട്ടില്ലേ? അത് കേട്ട് ചോദിച്ചല്ലോ. ഞാൻ താങ്കളുടെ നിലപാടിനെ ഒരു തരത്തിലും ഇവിടെ ഖണ്ഡിച്ച് പറഞ്ഞിട്ടില്ല. മറിച്ചും തിരിച്ചും ഒക്കെ സുരേന്ദ്രനോട് ചോദിച്ചല്ലോ. ഞാൻ താങ്കളുടെ നിലപാടിനെ ഒരു തരത്തിലും ഖണ്ഡിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സുരേഷ് ഗോപി എടുക്കേണ്ട നിലപാട് ഇതാണോ അല്ലയോ എന്നുള്ളതാണ്. താങ്കൾ പറയേണ്ടത് അല്ല, സുരേഷ് ഗോപി ഈ നിലപാടാണ് പറഞ്ഞതാണ് നിലപാട്. നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് BJPയുടെ നിലപാട്. മനസ്സിലായില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അതല്ല, അല്ല തർക്കത്തിന്റെ വസന്ത് തെങ്ങുംപള്ളി ഇത് മീഡിയ വൺ അല്ല ശ്രീ VP ശ്രീ. ആയിക്കോട്ടെ.